പാലക്കാട്ടിൽ നിന്നാണ്. പാലക്കാട്ടിൽ നിന്ന് രാവിലെ എത്തിയതാണ്. സഖാവിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കണ്ണൂർ ജില്ല. ആ രാവിലെ എത്തി 5:30. കിട്ടിയ ബസ്സിലേക്ക് ഇറങ്ങി പോകുന്നു. ബസ് കയറി. ട്രെയിനൊക്കെ ഫുൾ ജാമായിരുന്നു. ട്രെയിനും ആളുകൾ. വി എസ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നതൊക്കെയാണ്. വി എസ് നല്ല ജനങ്ങളെ നേതാവാണ്. ഞാൻ കോട്ടയത്തു നിന്നാണ്. കോട്ടയത്ത് നിന്ന് ഇവിടെ ഞങ്ങൾ ഒരു 2 മണിയാകുമ്പോഴേക്കും വി എസ് എഫ് എൻ്റെ അഭിപ്രായം ജാടയില്ലാത്തൊരു നേതാവാണ്. മറ്റുള്ളവർക്കെല്ലാം ഒരു ചെറിയ പോസ്റ്റ് അത് കഴിഞ്ഞ് നമ്മളൊരു കാര്യത്തിൽ ചെന്ന് കഴിയുമ്പോൾ അതാ എനിക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സ്പോർട്സ് ഉണ്ടെന്ന് പറയും. വി എസ് സംബന്ധിച്ച് ജാടയില്ല. ജനങ്ങൾക്കൊപ്പമുള്ള നേതാവാണ്. അതാണ് നമ്മൾക്ക് ആവശ്യം. തന്നെയാണ് ജനങ്ങൾക്കൊപ്പമുള്ള നേതാവ് തന്നെയാണ്. എന്തായാലും പറഞ്ഞ സമയമൊക്കെ തന്നെ കടന്നു പോയിരിക്കുന്നു. ഇന്നലെ രാത്രി 9 മണിക്ക് ഇവിടെ എത്തും എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ പാർട്ടിയുടെ നിർദ്ദേശമെങ്കിൽ അതെല്ലാം കടന്നു പോവുകയാണ്. എവിടെ നിന്നായിരുന്നു കേട്ടോ? ഞങ്ങൾ തൃശ്ശൂർ. ഇന്നലെ എത്തിയോ? അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പർക്ക് കൊടുക്കാം. ബ്ലോക്ക് മെമ്പർ അതാണ് നിൽക്കുന്നത്. എവിടുന്ന് നിങ്ങളൊക്കെ? അമ്മയൊക്കെ എവിടെ നിന്നാണ്? തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. രാവിലെ കയറി? ഇല്ല, രാത്രി 11:30 അവിടെ നിന്ന് പുറപ്പെട്ടതാ. കണ്ടിട്ടേ പോവുള്ളൂ. എവിടെ നട്ടോ? തൊടുപുഴ. പിന്നെ പല നാടുകളിൽ നിന്ന് നമുക്ക് ഈ തിരക്ക് കാണാൻ മോത്തി ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഇപ്പോൾ ഈ മഴ ഇടയ്ക്കിടയ്ക്ക് ചാറുന്നുണ്ട്. ഈ മഴയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഈ പ്രവർത്തകരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ, കേരളത്തിന് പുറത്തു നിന്ന ആളുകൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വി എസിനെ സംബന്ധിച്ച് കമ്പം, തേനി ഉൾപ്പെടെയുള്ള തമിഴ്നാട് മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ സ്വാധീനമുണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴും ഒരു മേഖലയിലൊക്കെ തന്നെ സ്വാധീനമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ ഇങ്ങനെ അവരുടെ അവസാനം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, വി എസിനെ കാണുന്നതിന് വേണ്ടി അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ചേട്ടാ എവിടെ നിന്നാണ്? പാലക്കാട്. ഇന്നലെ 5 മണിക്ക്, ഇന്നലെ 10 മണിക്ക് അവിടുന്ന് പുറപ്പെട്ടു. കഴിച്ച പോലെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ കണ്ടിട്ടേ പോവുള്ളൂ. എവിടെ നട്ടോ? കോഴിക്കോട് ജില്ലയിൽ പയ്യോളി കുളായിപ്പാണ്. ഇന്നലെ രാത്രി വന്നു. ഇന്നലെ രാത്രി എത്തി. സ്റ്റേ ഒക്കെ ഇവിടെ തന്നെ നിന്നു?